അളിയന്മാരോ ഡേറ്റ് മുട്ടാൻ വരുന്ന ആരാന്നറിയോ നിങ്ങക്ക്? സാപ്പാട് രാമന് തുല്യം സാപ്പാട് സീത. തമിഴ്നാട്ടിൽ സാപ്പാട് രാമനാണെങ്കിൽ കേരളത്തിൽ സാപ്പാട് സീത. അപ്പൊ നമ്മുടെ മുന്നിട്ടിരിക്കുന്ന നമ്മുടെ രാജേഷ് അളിയാണ്. ഇതാ രാജേഷ് അളി ആദ്യമായിട്ടൊരു ഗെയിമിൽ രാജേഷ് അളിയൻ 8 ഇഡലി കഴിച്ചിരിക്കുകയാണ്. കേടിയൻ കമ്പനി ഓരോ ഇഡലി. നീയൊക്കെ മുന്നോട്ട് പൊക്കോളൂ, പക്ഷേ പിന്തുടർന്ന് നിന്നെയൊക്കെ ഞാൻ തോപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞ് സാപ്പാട് സീത ഇതാ മുന്നേറുകയാണ്. ഞാൻ ഒരിക്കലും ഞാൻ മത്സരത്തിന് കണ്ടില്ല, പക്ഷെ വീഡിയോ കണ്ടുള്ളൂ. ഇതെന്തോ ഫാസ്റ്റ് ഞെട്ടിപ്പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തീറ്റ മത്സരത്തിൽ ആൺപുലികളെ വെട്ടി നിരത്തിക്കൊണ്ട് പെൺപുലിയായ സാപ്പാട് സീത 13 ഇഡലി. എവിടെ രാജേഷ് അളിയൻ എവിടെ? നിതിൻ അളിയൻ എവിടെ? റൊമാൻറ്റിക് അളിയൻ എവിടെ? കേടി കമ്പനി എവിടെ? കിച്ചേട്ടൻ എവിടെ? സൈക്കോളജിന് എല്ലാവർക്കും സ്വാഗതം. ചലഞ്ച് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ നമ്മുടെ വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഭയങ്കര റീച്ചും നമുക്ക് ഒരുപാട് നല്ല കമൻസും, ഭയങ്കര കമൻസ് അല്ലേ? ഭയങ്കര കമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വീഡിയോ അതാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അതാണ്. ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണ് ഏറ്റവും വലിയ ഞങ്ങൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീഡിയോ എന്ന് ഞങ്ങളും അവകാശപ്പെടുന്ന വീഡിയോ അത് തന്നെ ആയിരിക്കും. അപ്പം അതിനകത്ത് വേറെയും പല കമൻസ് കണ്ടായിരുന്നു. എന്താണ് സൈക്കോ അളിയന്മാർ മാറി നിൽക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് മത്സരിച്ചില്ല? നിങ്ങളുടെ മത്സരത്തിൽ ആ ഒരു ഓളമില്ല, അതല്ല മത്സരം, ഇതാണ് യഥാർത്ഥ മത്സരം എന്നൊക്കെ കേട്ടോ നമ്മളെ കളിയാക്കി പറഞ്ഞു എല്ലാവരും. ശരിയല്ലേ നമ്മുടെ മത്സരത്തിൽ ഒരു ഗുമ്മില്ല, അതായിരുന്നു മത്സരം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു മത്സരം നടത്തിയേക്കാം അല്ലേ? ഒരു തകർപ്പൻ മത്സരം അല്ലേ? കിടുക്കൻ മത്സരം. ആരുമായിട്ടെന്ന് പറയാം, ഒരു മത്സരം, അത് അന്യായ മത്സരമായിരിക്കും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മത്സരമായിരിക്കും. ഇതിങ്ങനൊരു മത്സരം യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു മത്സരം. ഇന്ന് നമ്മുടെ കൂടെ മത്സരിക്കാനുള്ള, അതായത് അളിയന്മാരോ ഡേറ്റ് മുട്ടാൻ വരുന്ന ആരാന്നറിയോ നിങ്ങൾക്ക്? സാപ്പാട് സീത. സാപ്പാട് രാമന് തുല്യം സാപ്പാട് സീത. തമിഴ്നാട്ടിൽ സാപ്പാട് രാമനാണെങ്കിൽ കേരളത്തിൽ സാപ്പാട് സീത. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 19 ഇഡലി കഴിച്ച് ഇല്ലേ അമ്മമാരെ? നമ്മുടെ സാപ്പാട് സീത അല്ലേ? എങ്ങനെ ഇതൊക്കെ പറ്റുന്നു? അല്ല, ആ ഒരു വിളിപ്പേര് കേട്ടോ. തമിഴ്നാട്ടുകാർക്ക് സാപ്പാട് രാമൻ, മലയാളികൾക്ക് സാപ്പാട് സീത. സാപ്പാട് സീത ഒരു പേര് സാപ്പാട് സീതയെ അറിയപ്പെടും. അപ്പം അമ്മയോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ആരൊക്കെയെന്നറിയാവോ? നമ്മുടെ മല്ലന്മാരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാൻ രാജേഷ് അളിയാണ് പേരായിട്ട്. 19 ഇഡലിയിലേക്ക് എനിക്ക് പുഷ്പമാണെന്ന് പറഞ്ഞ് നമ്മുടെ രാജേഷ് അളിയൻ, കൂടെ പ്രവീൺ അളിയൻ, കിച്ചേട്ടൻ കൂടെ ആണോ അറിയോ? നിരവധി അനവധി മത്സരത്തിൽ 2 പ്ലേറ്റ് ചോറ്. ഞാൻ ഇഡലി കഴിക്കത്തില്ല കേട്ടോ. പിന്നെ റൊമാൻറ്റിക് രാജാവ് പ്രണയകുമാരനൊപ്പം ഇഡലി കൊണ്ട് ലവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ നിധി 4 പേരോട്ടാ മത്സരിക്കുന്നത്. എന്തുമായിരിക്കും മത്സരം? പിടിച്ചിരിക്കാൻ പറ്റുമോ? പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അയ്യോ, അങ്ങനാണോ? പിന്നെ ചേച്ചി എന്ത്? ചേച്ചി വീട്ടിലുണ്ട്. ഫാൻസാ? ചിന്നമ്മച്ചേക്ക് ഫാൻസോടെ ഫാൻസാ? ഒറ്റ ശ്വാസത്തിൽ 10 ഇഡലി കഴിക്കുമെന്ന് പറഞ്ഞ ചിന്നമ്മച്ചേക്ക് കട്ട ഫാൻസാണ് കേട്ടോ. അപ്പൊ എനിക്ക് വന്ന് വിജയമ്മച്ചയെ പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പേടിച്ചിരിക്കുവല്ല. ഞങ്ങളെ മല്ലന്മാരെല്ലാം മാറ്റി എടുത്തേക്കാണ്. ഞാൻ ചോറ് ഞങ്ങളുടെ പ്രമുഖന്മാരോടുള്ള മല്ലന്മാരെ മാറ്റിയെടുത്തേക്കാണ്ട് നന്ദോളിയനെ, കിംബോയൊക്കെ കേട്ടോ ഒന്നും പറ്റത്തില്ല. അപ്പൊ നോക്കാം എന്തായാലും. ഇവനെ കണ്ടോ? ഇവൻ മെയിനാ. ഇവനെ കണ്ടോ? അപ്പൊ തുടങ്ങാം. ശരി, റെഡിയാണോ? റെഡിയാ. ഇനി ഇഡലി വന്നാ മതി. ഇഡലി വന്നാ മതി. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മുന്നേ ഞാനൊന്നുമില്ല. ഒന്നുമില്ല, അങ്ങനൊന്നും പറയാതെ. പറയുന്നേ ജയിക്കും. അപ്പൊ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഇവിടെ നേരെയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് മോൺസ്റ്ററായി വന്നിരിപ്പുണ്ട് നമ്മുടെ സാപ്പാട്ട് സീത അല്ലേ?
അപ്പോൾ നമ്മുടെ മത്സരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിജയമ്മച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സരമാണ്. സെയിം ഇഡലി തീറ്റ മത്സരം തന്നെയാണ്. ഇഡലിയും സാമ്പാറും കേട്ടോ. അത് കാരണം ഇവന്മാരൊക്കെ ചിക്കനും മട്ടനൊക്കെ ഡെയിലി കഴിച്ചതാണ്. ഇവന്മാർ ഇന്നൊരു ദിവസം വെജ് കഴിക്കട്ടെ അല്ലേ? വെജ് കഴിക്കട്ടെ. നമസ്കാരം. അപ്പോൾ നേരെയായിട്ട് നമ്മുടെ അളിയന്മാരും നമ്മുടെ സാപ്പാട് സീതയും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മത്സരം തുടങ്ങാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇഡലി സെറ്റ് ആക്കിയിട്ടുണ്ട്. സെയിം ഇഡലി തന്നെ, നല്ല സോഫ്റ്റ് ഇഡലി തന്നെ. എനിക്ക് തോന്നുന്നു അളിയന്മാർ എത്ര കഴിക്കും? 5 നാലെണ്ണം കൂടെ ഓരോരുത്തർക്ക് 4 വെച്ച് 4 വെച്ച് കൊടുക്കട്ടെ. സോഫ്റ്റ് ഇഡലി തന്നെയാണ്, സെയിം ഇഡലിയാണ്. രാജശളിയൻ ജയിക്കുമെന്ന് ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും, തർക്കമില്ല. ഇത്തവണത്തെ വിജയ് നമ്മുടെ സാമ്പാർ വിളമ്പുന്നത് നമ്മുടെ മോനച്ചനാണ്. മോനച്ചൻ വണ്ടിയാണ് വിളമ്പുന്നത്. മോനച്ചൻ വണ്ടി. സീതേ, സപ്പാട് സീതേ, നമസ്കാരം. മത്സരം തുടങ്ങാൻ പോവാ. 10 മിനിറ്റ് ഏറ്റവും കൂടുതൽ ഇഡലി. പ്രൈസ് ഉണ്ട്, സെറ്റ് ആക്കണം. അപ്പുറത്ത് ഇപ്പുറത്ത് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും, അതൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ട. ശ്രദ്ധ ഇവിടെ മാത്രം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പൊ തുടങ്ങാം. തുടങ്ങിയോ? റെഡി 1 2 3 സ്റ്റാർട്ട്. രാജേഷ് അളിയൻ തന്നെ സെക്കൻഡുകൾ കൊണ്ട് രാജേഷ് അളിയൻ 3 ഇഡലി. രാജേഷ് അളിയൻ തന്നെ. നമ്മുടെ സാപ്പാട് സീത വിജയമ്മ ചെയ്ത 2 ഇഡലി. 2 ഇഡലിയമ്മ തൊട്ട് പിറകെയാണ് നമ്മുടെ രാജേഷ് അളിയൻ തൊട്ട് പിറകെ തന്നെയാണ്. കേടിയൻ കമ്പനി ഓരോ ഇഡലി. എന്റെ പൊന്നെ, അടുത്ത 2 എണ്ണം. 4 സൈക്കോളൻസിലെ മുത്ത് കിച്ചേട്ടൻ കൊടുക്ക്. 4 വിജയ് തകർക്ക് കേറി വരും. എനിക്കറിയാം രാജേഷ് അളിയൻ എന്നാ കമ്പനിയിരിക്കാണ്. ഇത് 2 എണ്ണം കൂടി ഇട്ടിരിക്കുകയാണ്. തുടക്കമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സാപ്പാട് സീത. അതാണ് സാപ്പാട് സീത. പതുക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇച്ചേ തന്നെ വിജയിക്കുന്നു. ഉമ്മാരുടെ ആദ്യത്തെ അത് മാത്രമേ ഉള്ളൂ. സമാധാനം കഴിക്കുക. 10 മിനിറ്റ് ഉണ്ട്. ഞാൻ പറയുന്നു ഇച്ചേ തന്നെ വിജയിക്കത്തുള്ളൂ. വന്നപ്പോഴേ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ ഒരുപാട് കഴിച്ചാൽ വയറ് നടക്കത്തില്ല, അവര് കഴിക്കുന്നതിന് ഒരെണ്ണം കൂടുതൽ കഴിച്ചോളാം. കേടി ഇതാ വീണ്ടും മാറണ അകത്തായിട്ടിരിക്കുകയാണ്. കേടി വിട്ടുകൊടുക്കത്തില്ല. ആര് വന്നാലും ആളാണ് റൊമാൻറ്റിക്കലി. പ്രേമേട്ടൻ നിധി അളിയൻ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് 6ാമത്തെ. രാജേഷ് അളിയൻ 6 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് 7ാമത്തെ 8ാമത്തെ ഇടയിൽ ഇട്ടിരിക്കുകയാണ് രാജേഷ് അളിയൻ. എടാ പിള്ളാരെ നീയൊക്കെ ജനിക്കുന്നവൻ വർഷങ്ങൾക്ക് വിജയിച്ചാണ് ഞാൻ. നീയൊക്കെ മുന്നോട്ട് പൊക്കോളൂ. പക്ഷേ പിന്തുടർന്ന് നിന്നെയൊക്കെ ഞാൻ തോപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞ് സാപ്പാട് സീത ഇതാ മുന്നേറുകയാണ്. 7 ഇഡലി. എത്രാമത്തെ? 8ാമത്തെ. 7 ഇഡലി കഴിച്ചതാ കേടി. അപ്പൊ നമ്മുടെ മുന്നിട്ടിരിക്കുന്ന നമ്മുടെ രാജേഷ് അളിയാണ്. ഇതാ രാജേഷ് അളിയൻ ആദ്യമായിട്ടൊരു ഗെയിമിൽ രാജേഷ് അളിയൻ 8 ഇഡലി കഴിച്ചിരിക്കുകയാണ്. 9ാമത്തെയും 10ാമത്തെ ഇഡലി കൊടുക്കുകയാണ്. 8ാമത്തെ 6 നമ്മൾ കൂടെ ഇവിടെ ഇതാണ് മത്സരം. രാജേഷ് അളിയൻ 10 ഇഡലി, വിജയമ്മച്ചി സാപ്പാട് ചെയ്ത 10 ഇഡലി, കേടിയൻ കമ്പനി 10 ഇഡലി. ഇവിടുത്തെ 10. 4 പേരും ഒപ്പത്തിനൊപ്പം 4 പേരും 10 ഇഡലി തമ്മിൽ വാശിയേറിയ മത്സരം. ഇവർക്ക് മുന്നിൽ പിടിച്ചു നിന്ന നമ്മുടെ സാപ്പാട് ചെയ്തക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം ഇത്രയും കഴിക്കുന്നവരുടെ മുന്നിൽ ഇത്രയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ സാപ്പാട് ചെയ്ത് മാത്രമേ കഴിയത്തുള്ളൂ. സാമ്പാറാണ് മോനച്ചൻ. പേടിക്കണ്ട, ആദ്യത്തെ എടുക്കുള്ളൂ. ഇവർക്ക് തന്നെ ജയിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതിനൊരു വിജയം ഉണ്ടെങ്കിൽ വിജയമിച്ചായിരിക്കും.
ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തീറ്റ മത്സരത്തിൽ ആൺപുലികളെ വെട്ടി നിരത്തിക്കൊണ്ട് പെൺപുലിയായ സാപ്പാട് സീത 13 അടലി. എവിടെ എവിടെ രാജേഷ് അളിയൻ എവിടെ, നിതിൻ അളിയൻ എവിടെ, റൊമാൻറ്റിക് അളിയൻ എവിടെ, കേടി കമ്പനി എവിടെ, കിച്ചേട്ടൻ എവിടെ? എല്ലാവരും മാറി നിൽക്കുക. ഞാനിവിടെ ഉണ്ട്. സാപ്പാട് സീത 15 ഇടി കഴിക്കാനുള്ള സാമ്പാറുണ്ട്. അതെ അതെ അതെ, വെറും 7 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇതാണ് മത്സരം, ഇതാണ് മത്സരം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മത്സരം. ഇതാ നമ്മുടെ അളിയന്മാരെ മൂലക്കിരുത്തിക്കൊണ്ട് ഇതാണ് നമ്മുടെ വിജയം മുന്നേറുകയാണ്. ആദ്യത്തെ ആ തുടുക്കമൊക്കെ എവിടെ പോയി? എവിടെ കേടികളിയൻ, എവിടെ കിച്ചേട്ടൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ഇടലി ലീഡ്. അതെ, 2 ലീഡ് ഇവിടെ ലീഡ് ചെയ്യാണ്. 15 ഇടലി 16 ഇടലിന് പോവുകയാണ് വിജയം വെച്ചേ. ഞാൻ ആദ്യം പറഞ്ഞു ഇച്ചേ, ആദ്യം എന്താ പറഞ്ഞേ? ഇച്ചേ തന്നെ ജയിക്കും, എനിക്ക് വിശ്വാസമുണ്ട് ഇച്ചേ വിജയിക്കുമെന്ന്. അതാണ് രാജശളിയ. വാചകം അടിക്കാതെ കഴിക്കൂ. നിങ്ങൾ ദയവായി കഴിക്കൂ. മത്സരത്തിൽ ശ്രദ്ധിക്കൂ. എന്തോ 14ാമത്തെ ഇതെന്തോ ഇതെന്തോ അല്ല, ആദ്യം സ്കോർ താങ്കളാണല്ലോ. 17 കഴിഞ്ഞ് ഇതാ സമയം കഴിയാണ്. എല്ലാവരോടും പറയാണ് 8 മിനിറ്റ് 30 സെക്കൻഡ്. 1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 1.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. രാജശളിയ, സാമ്പാറോട് മോർച്ചമ്മണ്ണി സാമ്പാർ എടുക്കൂ. ദയവായി നിങ്ങൾ വിഷമിക്കായിരിക്കും. തോൽവിയൊക്കെ നമുക്ക് തോൽവി സർവ്വസാധാരണമാണ്. എത്ര 18 കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് മത്സരം. നമ്മുടെ മുത്ത് സാപ്പാട് സീത 19ാമതിലേക്ക് പോവുകയാണ്. സാപ്പാട് സീത ഇല്ല. എടാ പിള്ളാരെ നിങ്ങളെല്ലാം കൊച്ചു പിള്ളേരാണ്. നീയൊക്കെ ഫസ്റ്റിലേക്ക് ലീഡ് ചെയ്തപ്പോൾ നീയൊക്കെ വിചാരിച്ചു ഞാൻ തോറ്റുപോയെന്ന്. പക്ഷേ ഇത് വേറെ ആളാണ്. ഇത് നമ്മുടെ സാപ്പാട് സീതയാണ്. സാപ്പാട് രാമൻ തുല്യം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാപ്പാട് സീത. ബിഗ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. നിർത്തി നിർത്തിയിരിക്കുകയാണ്. കേടിയാളിന് പിന്മാറിയിരിക്കുകയാണ്. രാജേഷ് പിന്മാറിയിരിക്കുകയാണ്. 30 സെക്കൻഡ് മാത്രം. ഇതാണ് മത്സരം. എന്റെ ദൈവമേ, 30 സെക്കൻഡ് മാത്രം. ഇതാണ് മത്സരം. ഇത് തന്നെയാണ് മത്സരം. എന്റെ ദൈവമേ, അളിയന്മാരെയെല്ലാം ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ആൺപുലികളെയെല്ലാം സൈഡിൽ ഇരുത്തിക്കൊണ്ട് നടുക്കിരുത്തി പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പെൺ സിംഹം എന്ന് തന്നെ പറയാം. 10 സെക്കൻഡ്. ആർക്കേലും തോപ്പിക്കാം. രാജേഷ് അളിയ, നിതിൻ അളിയ, കേടി അളിയ, പ്രവീൺ അളിയ. ഇല്ല, നിങ്ങൾ പിന്മാറി. ഇതാ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ എന്തോളം നീ പ്രതീക്ഷിച്ചില്ലായിരുന്നു? എന്നെ ആദ്യം പറഞ്ഞു. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു വിജയം ജയിക്കുന്നു. അങ്ങനെ 20 ഇടലിയുമായിട്ട് ഈ ഒരു മത്സരത്തിൽ വിജയിച്ച നമ്മുടെ വിജയം തന്നെ പേരിനുള്ളിൽ വിജയം മാത്രമേ ഉള്ളൂ കേട്ടോ. ലൈവിൽ വലിയൊരു വിജയമാകട്ടെ. വിജയം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അതിലുപരി അതുക്കും മേലെ സാപ്പാട് സീത ആ പേരിട്ടു, ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് രാജശളി എത്ര ആയിരുന്നു? കൊണ്ടുപോകും 15 മോശമില്ലാതെ ഞാൻ കഴിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് സാമ്പാർ കിട്ടിയില്ല. വിഷമിക്കണ്ട, തോറ്റിന് കുഴപ്പമില്ല. അടുത്ത മത്സരത്തിൽ വിഷമുണ്ട്. 14 ഇടില്ല 14 ഇടില്ല എന്തോ 5 ഇഡിലേ കഴിക്കത്തുള്ളൂ പറഞ്ഞ ടീം. എത്ര 14 ഇഡിലി. ഇതാണ് മത്സരം. ഇതാണ് മത്സരം. 15 ഇഡലിയും 2 ലിറ്റർ സാമ്പാറും. 15 കറക്റ്റ് 15. ഓക്കെ. ഫസ്റ്റിൽ എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് കൊണ്ട് 8 ഇഡലി കഴിച്ചു പുള്ളി. ഞാൻ അപ്പോഴും പറഞ്ഞു വിജയിച്ച് വിഷമിച്ച്. ഇന്ന് ഞാൻ കണ്ടത് വിജയിച്ച് മുഖത്ത് മാടി ഇപ്പഴത്തേക്ക് മുന്നിട്ട് നിന്ന് 4-5 ഇടയിലേക്ക് ലീഡ് ചെയ്തു. അപ്പോഴും ഞാൻ പറിച്ച എന്തോ വിഷമിക്കണ്ട, തുടക്കമേ ഉള്ളൂ. ഇത് ഇദ്ദേഹം ജയിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുത്താണ്, അവൻ തോറ്റു വന്ന കേട്ടോ. 12 ഇഡലി എത്ര? 12 ചായ എത്ര? സബാഷ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ലല്ല ഞാൻ പറയട്ടെ. അല്ലല്ല ഞാൻ പറയട്ടെ. അല്ല നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ മത്സരത്തിന് കണ്ടില്ല, പക്ഷെ വീഡിയോ കണ്ടുള്ളൂ. ഇതെന്തോ ഫാസ്റ്റ് ഞെട്ടിപ്പോയി. സാപ്പാട് സീത എന്ന പേരിന് സാപ്പാട് സീത എന്നുള്ള പേര് എല്ലാരും കഴിച്ചതിനേക്കാൾ 5 എണ്ണം ലീഡാണ്.
അതാണ് 5-8 ലീഡാണ്. 1 2 ആണെങ്കിൽ പിന്നെ നമുക്ക് ലീഡാണ്. അല്ല ഞാൻ പറയട്ടെ, കാരണം നിങ്ങളെക്കാട്ട് 5 എണ്ണം കൂടുതൽ കഴിക്കാന്ന് പറഞ്ഞിട്ടല്ലോ. മത്സരമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കഴിച്ചത്. ഇല്ലെന്നുണ്ടെന്നൊരു ഞാൻ 3-4 ഇഡ്ഡലിയെ കഴിക്കത്തുള്ളൂ. ഇപ്പൊ 2 ദിവസം സാപ്പാട് സീത എന്ന പേരിന് അർഹമാണ്. തീർച്ചയായിട്ടും സാപ്പാട് രാമനോട് നമ്മൾ മത്സരം വെക്കണം കേട്ടോ. സാപ്പാട് രാമൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടില് ഏറ്റവും കൂടുതൽ ആഹാരം നമ്മുടെ ഇന്ത്യയിലെ ആഹാര വ്യക്തിയാണ്. അതിന് പകരം നമ്മുടെ പെൺപുലിയായിട്ട് വനിതകളിൽ നിന്ന് ഇനി ഇച്ചയായിരിക്കും സാപ്പാട് സീത എന്നറിയപ്പെടുന്നത് കേട്ടോ. കേട്ടോ, സത്യം. ശരി, ഓക്കെ. അതിവേഗം ബഹുദൂരം. അതെ, പുള്ളിക്ക് വിഷമമുണ്ട് കേട്ടോ, ഭയങ്കര വിഷമൊന്നും ഇല്ലായിരുന്നു. അല്ല, പ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് വിഷമം. നമ്മുടെ വിജയിച്ച് സാപ്പാട് സീത വിജയിച്ച് നമ്മുടെ പിള്ളേരെല്ലാം നിരത്തി അടിച്ചു കേട്ടോ. താഴത്തല്ലേ അതിന് തൂത്തുവാരി അടിച്ചു. അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നപ്പം 14 15 കഴിക്കുന്ന കണ്ടപ്പം ഞാൻ പറഞ്ഞു, മോനെ ഈ 2 കൂടെ എനിക്ക് കൂടെ തന്നേരെ, ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയപ്പോ കൊച്ചുങ്ങളാണ് അപ്പുറത്ത് ഇപ്പുറത്ത് എന്റെ ഇലയെ നോക്കിയപ്പോ ഞാൻ കഴിക്കുന്നു. ഇപ്പൊ ഉദ്ദേശിച്ച് ഞാൻ നോക്കിയില്ല, അവിടെ ഇവിടെ ഇവന്മാർ സംസാരിച്ചോണ്ടിരുന്നു. അപ്പുറത്ത് രാജശാലയും കിടന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് നോക്കാതെ കഴിച്ചപ്പോ ജയിച്ചു. അവസാനം നോക്കിയപ്പോ 10 മിനിറ്റ് ആയപ്പോ ഞാൻ അങ്ങ് തവിഞ്ഞു. കാരണം കുഞ്ഞുങ്ങൾ അങ്ങ് ജയിച്ചു, പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങ് തോറ്റുപോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എന്താ പറയാനുള്ളത്? കഴിഞ്ഞ മത്സരത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് തിരക്കിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും നല്ലതായിട്ടായിരുന്നു. ഇതും അതിലും നല്ലതായിട്ടാ വിജയിച്ചത്. വിളിച്ചായിരുന്നു, എല്ലാരും വിളിച്ചു. എല്ലാവർക്കും സന്തോഷമായി. വിളിച്ചു. നമ്മുടെ നാട്ടുകാരെല്ലാവർക്കും സന്തോഷമായി. ചിന്നമ്മച്ചി പറഞ്ഞായിരുന്നു ചേച്ചിക്ക് വയ്യ, ചിന്നമ്മച്ചിക്ക് ഫാൻസാ. എല്ലാണ്ട് പണിയുണ്ടോ? എന്തോ ചക്ക എന്തോ ചക്ക വിളിക്കുവാ, പക്ഷെ കാലും വയ്യ. ചിന്നമ്മച്ചിക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ മിണ്ടായിരിക്കണ്ടു. തോപ്പിച്ച് വലിയൊരു നാണക്കേട് ഉണ്ടാക്കി ഇവർക്കല്ലേ കേട്ടോ. വലിയൊരു നാണക്കേട് ഉണ്ടാക്കി കേട്ടോ. ഞാൻ വിഷമിച്ച കയറി വന്നത്. കാരണം എന്താന്നറിയാം, പുറകെ പോലും മുഖം പോലും കാണിക്കാതെ മാറി എല്ലാവരും. എന്റെ കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചോടെന്ന് കണ്ടാ ഞാൻ വന്നത്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് അടിച്ചതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാം. സാമ്പാർ ഉണ്ടായിരുന്നു, നല്ല നല്ല മോനച്ച സാമ്പാറായിരുന്നു. അറിയോ, സ്പെഷ്യൽ മോനച്ചൻ സാമ്പാറായിരുന്നു. നല്ല സാമ്പാറുമായിരുന്നു. ഇഡ്ഡലി നല്ലതായിരുന്നു. അത് മാവ് കടക്കടയിൽ മേടിച്ചു തീയ മാത്രമേ. എന്നാലും മലത്തി അടിച്ചു എല്ലാത്തിനും. വലിയൊരു അഭിമാനം തന്നെ കേട്ടോ. പെൺപുലിയാണ്. വലിയൊരു കൺഗ്രാറ്റ്സ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതുവരെ നല്ല വീഡിയോ ആയിട്ട്